ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന സീരിയൽ പൊക്കോണ്ടിരിക്കുന്നത്. പല്ലവി ഇഷ ഫോൺ ചെയ്ത് സംസാരിച്ച ശേഷം ഇഷയ്ക്ക് പൂർണ്ണ ബോധ്യമാവും അഭിഷേകിനെ മനഃപൂർവ്വം തന്നെ ദേവബാല മയക്കി കിടത്തിയേക്കുന്നതാണ് ആളുകൾ വരുമ്പം അവരോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയെന്ന്. രാജ്യമ്മയോട് പറയുന്നുണ്ട് ഈ കാര്യം ചന്തുവേട്ടനെ നേരിട്ട് പോയി കണ്ട് അറിയിക്കണം, ചന്തുവേട്ടൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ, ദേവബാല ചെയ്യുന്നതിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും ഒക്കെ കിട്ടണമെന്ന്. രാജ്യമ്മ അത് ശരിവെക്കുന്നുണ്ട്. ഇഷയെ രാജ്യമ്മയും കൂടി വീട്ടിലേക്ക് എത്തുമ്പം ദാസപ്പൻ ഓടി വന്ന് പറയുന്നുണ്ട്, മോളൊന്ന് വേഗം അകത്തേക്ക് വാ, സാറാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ക്ഷീണം ഒന്നും പറഞ്ഞ് കയറി കിടന്നതാ, ഞാനിന്ന് ഇടയ്ക്ക് പോയി നോക്കാമെന്ന് വെച്ച് ചെന്നപ്പോഴത്തേക്കും അകത്തുനിന്ന് കുറ്റിയിട്ടേക്കുക, സാറിനെ വിളിച്ചിട്ടൊന്നും വന്ന് തുറക്കുന്നുമില്ല, ഫോണിൽ വിളിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോഴോ ഫോൺ ദേ മുറിയുടെ പുറത്തായിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇഷിക്കും ടെൻഷനാവും. 3 പേരും കൂടി വേഗം തന്നെ റാംമോഹൻ്റെ മുറിയുടെ വാതിക്കൽ ചെല്ലുന്നുണ്ട്. പപ്പാന്നും പറഞ്ഞ് ഇഷയും കുറേ കൊട്ടി വിളിക്കും, എന്നിട്ടും തുറക്കുന്നില്ല. ഇനി ഒന്നും നോക്കണ്ട ദാസൂട്ട, ചവിട്ടി പൊളിച്ചോളാം ഇഷ പറയും. ദാസൂട്ടൻ ഡോറ് തുറക്കും. 3 പേരുടെ അകത്ത് കയറുമ്പം കാണുന്നത് റാംമോഹൻ അനക്കമില്ലാതെ കിടക്കുന്നതാണ്. 3 പേർക്ക് നല്ല ടെൻഷനാവും. പപ്പാന്നും പറഞ്ഞ് ഇഷ കരഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് വരും. രാജ്യമ്മ എല്ലാം കരയുകയാണ്. അവരെല്ലാവരും മാറി മാറി റാംമോഹനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അയാൾ എണീക്കുന്നില്ല. ദാസപ്പൻ പറയുന്നുണ്ട്, മോൾ എത്രയും വേഗം ആംബുലൻസ് വിളിക്ക്, നമുക്ക് സാറിന് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. ഇഷ കരഞ്ഞുകൊണ്ട് തന്നെ ആംബുലൻസ് വിളിക്കും. ഈ സമയം സോനാദേശായും വക്കീലും രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് രാഹുലിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. നീനയോട് കാര്യങ്ങളൊക്കെ സോനാദേശായി പറയും, എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു, ഇനിയിപ്പോൾ റാംമോഹൻ്റെ സ്വത്തെല്ലാം നമുക്ക് സ്വന്തമാണ്. നീനയ്ക്ക് ഒരുപാട് സന്തോഷമാവും. രാഹുൽ എന്തെങ്കിലും ചോദിക്കുമ്പം പറയും അവൻ റൂമിലുണ്ട്, അവനാണെങ്കിൽ ആകെ ഒന്നിനും ഒരു മൂഡില്ല, മുറിയിൽ തന്നെ അടച്ചിരിപ്പാന്ന്. അങ്ങനെ സോനയും നീനയും കൂടി രാഹുലിനെ കാണാൻ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം രാഹുൽ ഇഷയെ കല്യാണം കഴിച്ച ഫോട്ടോ നോക്കി ഇഷയെക്കുറിച്ച് ഓർത്ത് നോക്കി ഇരിക്കുകയാണ്. നീനയും ഇടയ്ക്ക് അവൻ ഓർക്കുന്നുണ്ട്. ഇനിയിപ്പം സ്വത്തുക്കളെല്ലാം നീനയുടെയും സോനയുടെയും പേരിലാണെന്ന് ഓർക്കുമ്പം തന്നെ രാഹുലിന് ഒരു വിഷമം പോലെയാണ്. ആ സമയമാണ് സോന മുറിയിലേക്ക് വരുന്നത്. രാഹുൽ പെട്ടെന്ന് തന്നെ ഫോൺ മാറ്റി വെക്കും. എന്തു പറ്റി, നീ എന്താ ഈ മുറിയിൽ തന്നെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഒന്നുമില്ല മമ്മ എന്ന്. സോന പറയും, ഞാൻ പോയതിനെക്കുറിച്ചൊന്നും നീ എന്താ ചോദിക്കാത്തത്, രജിസ്ട്രേഷൻ എല്ലാം നടന്നു, ഇപ്പം സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലായിട്ടുണ്ട്. രാഹുലിന് അതൊന്നും കേട്ടിട്ട് വലിയ ഉത്സാഹമില്ല. സോനയ്ക്കത് മനസ്സിലാവുന്നുണ്ട്. അവർ പറയും, സ്വത്തുക്കൾ ഞങ്ങളുടെ പേര് ആയതിൻ്റെ വിഷമാണോ നിനക്ക്? നീന പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയും. സോന പറയും, നീ അതിന് വിഷമിക്കേണ്ട കാര്യമില്ലടാ, ഞാനാണ് ഇപ്പം എല്ലാ സ്വത്തിനും അവകാശി. എൻ്റെ സ്വത്തെന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടതാ, എൻ്റെ മോൾ ഇനി രാജകുമാരിയായിരിക്കും, അവളെ കെട്ടുന്ന നീയോ രാജകുമാരൻ. രാഹുൽ പറയും, സ്വത്തൊന്നും അല്ല എൻ്റെ വിഷയം, ആ അഭിയുടെ ഇഷയുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയില്ലേ. സോന ചോദിക്കും, എങ്ങനെ തോറ്റുപോയി നാടാ, ഇനി ഇഷയ്ക്കും അവളുടെ പപ്പയ്ക്കും എന്തേലും ഉണ്ടോ, അവരിപ്പം പാപ്പരായില്ലേ, ഇനി അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അയാളുടെ സ്വത്തുക്കൾ നീ നിൻ്റെ പേരിലാക്കി, അത് നീ ഞങ്ങൾക്ക് തന്നപ്പം ഞങ്ങൾക്ക് തരാനുള്ള കടം നീ തീർത്തു, ഇനിയിപ്പം എന്തോർത്താ ഈ വിഷമിച്ചിരിക്കേണ്ട കാര്യം. പിന്നെ ഇതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല, കോടതിയിൽ കേസിന് പോയ റാംമോഹൻ തോക്കുന്നുള്ള കാര്യം ഉറപ്പാ, പക്ഷെ അയാളും മകളും വിചാരിച്ച കുറച്ച് നാൾ നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റും. സിവിൽ കേസല്ലേ, വിധിയാവാൻ കുറച്ച് താമസം ഉണ്ടാവും, അതുവരെ സ്വത്തുക്കളെല്ലാം മരവിപ്പിക്കും, നമുക്കും അവർക്കും ഒരുപോലെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഈ സ്വത്തുക്കൾ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം മമ്മാന്ന് നീന ചോദിക്കുമ്പം സോന പറയുന്നുണ്ട്, ഇഷയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ എല്ലാവരെയും ഇല്ലാതാക്കണം, അതോടെ ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. ഒരു സംശയമുണ്ട്, അന്ന് സ്വത്തുക്കളെല്ലാം രാഹുലിൻ്റെ പേരിൽ ഡയറക്റ്റ് എഴുതുമല്ലായിരുന്നല്ലോ, ഇഷയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേരിലല്ലേ എഴുതിയത്. കുഞ്ഞ് ജനിക്കുന്നവരെ ഇതിൻ്റെ നടത്തിപ്പവകാശം മാത്രമേ രാഹുലിനുള്ളൂ. അന്നേരം ആ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുലിന് ഇത് മറച്ചു വിൽക്കാനോ ഇതിലൊരു തിരിമറി നടത്താനോ പറ്റില്ല എന്നുള്ള കാര്യം. അതൊക്കെ സോന ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവും, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സോന അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർ ഈ കളിക്കുന്നതെല്ലാം വെറുതെ ആയി പോകും. ഇനി മനസ്സിലാക്കിയിട്ടാണോ കൊച്ചു ജനിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇല്ലാതാക്കണമെന്ന് പറയുന്നതെന്നും അറിയില്ല. പിന്നെ സോനയുടെ കൂടെയുള്ള വക്കീൽ എന്ന് പറഞ്ഞാൽ പേരെടുത്ത ഒരു വലിയ വക്കീലാണ്, എന്തു വേണേലും സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വക്കീലും. പുള്ളി ഈ ലൂപ്പ് ഹോളൊക്കെ കണ്ടുപിടിക്കാതെ ഇരിക്കുമെന്നും തോന്നുന്നില്ല, പക്ഷെ അതിനെക്കുറിച്ചൊന്നും എങ്ങും എവിടെയും പറയുന്നില്ല. ഈ കാര്യം സോനയ്ക്കും വക്കീലിനും മനസ്സിലാവാതെ ഇരിക്കുവാണെങ്കിൽ ഇഷയും റാംമോഹനൊന്നും ഇവർക്ക് കൊല്ലാനൊന്നും സാധിച്ചില്ലെങ്കിൽ ഇഷയുടെ കുഞ്ഞ് ജനിക്കുന്നവരെ മാത്രമേ സോനയ്ക്കൊക്കെ ആ സ്വത്ത് കയ്യിൽ വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് ഇഷയ്ക്കൊക്കെ തന്നെ സ്വന്തമായിട്ട് വരും. ഇഷ ഹോസ്പിറ്റലിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ദാസപ്പൻ കുറച്ച് കാപ്പിയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. വേണ്ടാന്ന് ഇഷ പറയുമെങ്കിലും കുഞ്ഞിനെ ഓർത്ത് കുടിക്കണമെന്നും പറഞ്ഞ് രാജ്യമ്മ നിർബന്ധിച്ച് കുടിപ്പിക്കും. ആ സമയമാണ് വേണു ഡോക്ടർ പുറത്തേക്ക് വരുന്നത്. ഇഷ ചോദിക്കുന്നുണ്ട്, അങ്കിളെ എൻ്റെ പപ്പയ്ക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. വേണു പറയും, കുറച്ച് സീരിയസ് ആ മോളെ, അത്യാവശ്യമായിട്ട് ഒരു
സർജറി വേണം, അത് എത്രയും വേഗം തന്നെ നടത്തണമെന്ന്. ഇഷയ്ക്ക് അങ്ങ് ടെൻഷനാവും. എനിക്ക് പപ്പയൊന്ന് കാണണമെന്ന് പറയുമ്പം വേണു ഇഷയും കൂട്ടി റാമോഹനെ കാണാൻ കൊണ്ടുപോകുന്നുണ്ട്. റാമോഹൻ്റെ കിടപ്പ് കണ്ട് ഇഷയ്ക്ക് നല്ല സങ്കടം വരും. ഇഷ ഒരുപാട് കരയുന്നുണ്ട്. എങ്ങനെയും എൻ്റെ പപ്പ എനിക്ക് തിരികെ വേണമെന്ന് ഡോക്ടറോട് പറയും. ഡോക്ടർ പറയുന്നുണ്ട് ഹാർട്ടിലെ ബ്ലോക്ക് കാരണം ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ സ്ട്രോക്ക് തന്നെ വന്നേക്കാം, അതുകൊണ്ട് എത്രയും വേഗം തന്നെ നമുക്ക് സർജറി നടത്തണമെന്ന്. ഇഷ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട അങ്കിളെ, എൻ്റെ പപ്പ എനിക്ക് എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവനായി തിരികെ തന്നാൽ മതിയെന്ന്. ഡോക്ടർ പറയുന്നുണ്ട് സർജറി ചെയ്താൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, എല്ലാം പഴയതുപോലെ ആവുമെന്ന്. ഇവിടെ ഒരു കാര്യം, സർജറി ചെയ്യണമെങ്കിൽ ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യം വരും. പക്ഷേ ഇഷയ്ക്കൊന്നും ഇനി ആ ക്യാഷ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ അവരൊരു കേസിനുടനെ പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല. എങ്ങനെ റാമോഹൻ്റെ ജീവൻ രക്ഷിക്കാനേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനി സോനാ ദേശായി എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് മുന്നോട്ട് വെക്കുമ്പം ഇഷയ്ക്കത് സ്വീകരിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. വേണുവിന് അത്യാവശ്യം ഷെയറുള്ളൊരു ഹോസ്പിറ്റലാണ് അത്. വേണു എങ്ങനെയെങ്കിലും ഇഷയെ ഹെൽപ്പ് ചെയ്താൽ നന്നായിരിക്കും. പപ്പയുടെ ജീവൻ വെച്ച് ഇഷ ഒരു കളിക്ക് നിൽക്കില്ല എന്നുള്ള കാര്യവും 100% ഉറപ്പാണ്. ഇനി ഇവിടെ വിജയം ആർക്കാന്ന് കാത്തിരുന്ന് കാണണം. ദേവരാജൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് കണ്ണൻ വൈദ്യം ഫോൺ ചെയ്യുന്നത്. ദേവരാജൻ കോൾ അറ്റൻഡ് ചെയ്ത് പറയുന്നുണ്ട് കണ്ണേട്ട ഞാൻ ഇപ്പം തന്നെ ഇറങ്ങും, നമുക്ക് കാണാമെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കും. ഇത് പ്രമീള കേൾക്കുന്നുണ്ട്. പ്രമീളയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ദേവും ദേവരാജനും കൂടി സംസാരിച്ചതാണ്. കണ്ണൻ വൈദ്യനും ദേവരാജനും ഒക്കെ ചേർന്ന് അഭിയുടെ കൊച്ചിനെ ഇല്ലാതാക്കാൻ പോകുന്ന കാര്യം. പ്രമീളയ്ക്ക് അങ്ങ് ടെൻഷനാവും. അഭിയുടെ കൊച്ചിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അവർക്ക് സങ്കടമുള്ള കാര്യം തന്നെയാണ്. ദേവരാജൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പ്രമീള പുറകെ ചെന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മാഷെ നമുക്ക് ദേഷ്യം ഇഷയോട് പോരെ, ഇഷ ദേവുവിൽ നിന്ന് അഭിയെ തട്ടിയെടുക്കാൻ വന്നവൾ തന്നെയാണ്. പക്ഷേ അഭിയുടെ കുഞ്ഞിനോട് നമ്മൾ ആ ദേഷ്യം കാണിക്കണോ? അതെന്ത് തെറ്റ് ചെയ്തിട്ടാ മാഷെ, അത് ഈ ഭൂമിയിൽ ജനിച്ചോട്ടെ. പക്ഷെ ദേവരാജന് അതത്ര അങ്ങ് ഇഷ്ടാവില്ല. പ്രമീള പറയുന്നുണ്ട് നമ്മളുടെ അഭിമോന്റെ കുഞ്ഞല്ലേ മാഷേ അത്. ദേവരാജൻ പറയുന്നുണ്ട് പ്രമീളെ വർഷങ്ങൾക്ക് മുമ്പ് ജയരാമൻ ഇങ്ങനൊരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ജയരാമന്റെ രക്തമല്ലേ അവൻ. സ്നേഹനിധിയായ ഭാര്യ കൂടെ ഉണ്ടെങ്കിലും മറ്റൊരു പെണ്ണിന്റെ ചന്ത നോക്കി പോകുന്ന പ്രകൃതി. അവന്റെ അച്ഛനെ കൊണ്ട് ഗായത്രി ദേവി കണ്ണീര് കുടിച്ചു, അവനെ കൊണ്ട് എന്റെ മകളും. സ്നേഹനിധിയായ ഭാര്യ എന്നൊക്കെ ദേവരാജൻ പറയുന്നുണ്ട്. പക്ഷെ അഭി ഇവിടെ ഒരിക്കലും ദേവുവിനെ ഭാര്യയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ജയരാമൻ എന്ന ഗായത്രിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. അതിനുശേഷം 2 കുട്ടികൾ ഉണ്ടായിട്ടും വേറൊരു പെണ്ണിന്റെ പുറകെ പോയതാ. എന്നാൽ അഭി ഇവിടെ അങ്ങനെയല്ല. അഭി സ്നേഹിച്ചിട്ടുള്ളത് ഇഷയെ മാത്രമാ. അതെന്താ ഈ ദേവരാജൻ മനസ്സിലാക്കാത്തത്? ദേവരാജനും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അത്. ദേവുവിനെ ഏത് സാഹചര്യത്തിൽ അഭി താലി കെട്ടിയെന്നും അതിനു മുമ്പേ അഭിക്ക് ഇഷയായിട്ടുണ്ടായിരുന്ന പ്രണയം എല്ലാം ദേവരാജൻ അറിയാം. ഇവിടെ ഒരിക്കലും അഭിയെയും ജയരാമനെയും അതുപോലെ ദേവുവിനെയും ഗായത്രി ദേവിയും തമ്മിൽ താരതമ്യം ചെയ്യാനേ പറ്റില്ല. ദേവരാജൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, കാലം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാ. ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ ശാപം ഏറ്റിട്ടാ ജയരാമന്റെ ജീവിതത്തിലേക്ക് ഗായത്രി ദേവി വന്നത്. അവരുടെ മക്കളെന്താ ഗതി പിടിച്ചോ? ഇല്ലല്ലോ. ഒന്ന് ബാല്യം കടന്നില്ല, മറ്റൊരുത്തന്റെ ഇങ്ങനെ ഒരു തരത്തില് പിതൃശാപം ഏറ്റവനാ ഈ അഭിഷേക്. അവന്റെ മക്കളുടെ വിധിയും വേറൊന്നും ആവില്ല. പിന്നെ ചില ഭ്രാന്തൻ ചിന്തകളിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അഭിഷേകിന് ഒരു പെൺകുഞ്ഞ് തന്നെ ജനിക്കണമെന്ന്. നാളെ ആ പെൺകുഞ്ഞിന് എൻ്റെ മോക്ക് ഇന്ന് സംഭവിച്ച പോലെ ഒരു അവസ്ഥ വരുമ്പോഴേ അഭിഷേകിന് എൻ്റെ വേദന എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സാഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് അവൻ തന്നെയാ. പിന്നെ ഇതെല്ലാം ഒരച്ഛൻ്റെ സ്വാർത്ഥതയാണെന്നങ്ങ് കൂട്ടിക്കോ. ജീവിതത്തിന്റെ ലോൺ അടച്ച് തീരാൻ പോകുന്നവരാ നമ്മളെല്ലാം. ഞാൻ ഇല്ലാതാവുന്ന ഒരു കാലത്ത് എൻ്റെ മകളുടെ മുന്നില് അവളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലുണ്ടായ കൊച്ചു വന്ന് അവകാശം ചോദിച്ച് നിൽക്കരുതെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ പ്രമീള ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് അറിയുന്നുണ്ട്. അത് പ്രമീളയ്ക്ക് ഇവിടെയുള്ള സ്വാതന്ത്ര്യം കൊണ്ടാന്ന് കൂട്ടിക്കുമെന്നും പറഞ്ഞ് ദേവരാജൻ അങ്ങ് പോകും. ദേവരാജന്റെ വർത്തമാനം കേട്ട പ്രമീള അവിടെ വലിഞ്ഞു കയറി വന്ന പോലെയുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ദേവരാജനേക്കാൾ ആ വീട്ടിൽ സ്വാതന്ത്ര്യവും അവകാശവും പ്രമീളയ്ക്ക് തന്നെയാണ്. പ്രമീള സങ്കടത്തോടെ അകത്തേക്ക് കയറി വരുമ്പം ഇതെല്ലാം കേട്ട് ദേവു നിൽപ്പുണ്ടായിരുന്നു. ദേവുവിനെ പെട്ടെന്ന് കാണുമ്പം പ്രമീളയ്ക്ക് ചെറിയൊരു ഭയം തോന്നുന്നുണ്ട്. ദേവുവിനെ ഒന്ന് നോക്കി പ്രമീള അടുക്കളയിലേക്ക് തന്നെ പോകും. ദേവുനും പ്രമീള ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതൊന്നും ഇഷ്ടാവത്തില്ല. അഭി മയക്കമൊക്കെ വിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അവനാണെങ്കിൽ വല്ലാതെ ദാഹിക്കുന്നു വിശക്കുന്നു ഒക്കെ ഉണ്ട്. അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാനൊന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്ന എൻ്റെ ആരോഗ്യം നശിച്ച് പോകത്തേ ഉള്ളൂ. എനിക്ക് എത്രയും വേഗം ഇവിടുന്ന് പുറത്ത് കിടക്കണം. എൻ്റെ ഇഷയും കുഞ്ഞിനെയും കാണണം. അവരിപ്പം എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. ഇഷ എന്നെ പലതവണ വിളിച്ചിട്ടുണ്ടാവും. ആ ദേവബാല എൻ്റെ ഫോൺ എടുത്ത് മാറ്റിയത് കൊണ്ട് ഫോണിൽ കിട്ടാതെ വരുമ്പം ഇഷ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അവളെന്നാലും എന്നെ ഒന്ന് കാണാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അവസ്ഥ അവൾക്ക് മനസ്സിലായേനെ. എന്നെ ഇവിടുന്ന് രക്ഷിക്കാനുള്ള എന്തേലും വഴി അവൾ ഉറപ്പായിട്ടും കണ്ടെത്തും. അങ്ങനെയൊക്കെ അഭി ഓർത്തിരിക്കുമ്പോഴാണ് ദേവു മുറിയിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, വിശക്കുന്നുണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും വേണോ? അതോ നിരാഹാരം തുടരാൻ തന്നെയാണോ താല്പര്യം? അഭിയാണെങ്കിൽ നിസ്സഹായനായി ദേവുവിനെ നോക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.
ഇനിയിപ്പോൾ റാംമോഹൻ്റെ സർജറിയും കാര്യങ്ങളും ഒക്കെ ആയി ഇഷ ആ വഴിക്കാവുമ്പം അഭിഷേകിൻ്റെ കാര്യത്തിൽ വീണ്ടും താമസം വരാനുള്ള സാധ്യതയുണ്ട്. എത്രയും വേഗം ചന്തു ആണേലും വന്ന് അഭിഷേകിനെ അവിടുന്ന് രക്ഷിക്കട്ടെ.